തിരുവനന്തപുരം നന്ദിയോട് അധ്യാപികയുടെ മർദ്ദനത്തിൽ 4ാം ക്ലാസ്സുകാരിക്ക് പരിക്കേറ്റതായി പരാതി. നന്ദിയോട് നളന്ദ TTA ആൻഡ് UP സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് ആരോപണം. കുട്ടിയുടെ കുടുംബം ചൈൽഡ് ലൈനും പാലോട് പോലീസിനും പരാതി നൽകി. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അധ്യാപികയുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായത്. കോപ്പി നോട്ട്ബുക്ക് കൊണ്ടുപോകാത്തതിന്റെ പേരിൽ നന്ദിയോട് നളന്ദ TTA ആൻഡ് UP സ്കൂളിലെ അധ്യാപിക ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ വലത് കൈപ്പത്തിക്ക് സാരമായി പരിക്കേൽക്കുകയും മെഡിക്കൽ പരിശോധനയിൽ കൈക്ക് ചതവുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് 12 ദിവസമായി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ക്ലാസ് മുറിയിൽ അധ്യാപന വേളയിൽ അധ്യാപിക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ കുട്ടിയുടെ മാതാവ് ഷെറീജ നേരത്തെ സ്കൂളിലെ പ്രഥമ അധ്യാപികയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ വിരോധത്താലാണ് ക്രൂരമായ അധ്യാപിക മർദ്ദിച്ചതെന്നാണ് മാതാവ് വ്യക്തമാക്കുന്നത്. ഞാനിങ്ങനെ പരാതി പറഞ്ഞതിന് ശേഷം ടീച്ചറിന് മോളോടൊരു വൈരാഗ്യം പോലെയായിരുന്നു. മോൾ എപ്പോഴും വന്നിട്ട് പറയാറുണ്ട് ടീച്ചറിന് ഇഷ്ടമല്ലാത്ത കണക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോട്ടെ മോളെ, സാരമില്ല ടീച്ചറല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇടയ്ക്ക്, അതായത് ഈ മാസം 5-ാം തീയതി മോള് ക്ലാസ്സിൽ കോപ്പി ബുക്ക് കൊണ്ട് ചെന്നില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് കുട്ടിയെ ഈ വിധം ക്രൂരമായി തല്ലിച്ചതച്ചത്. ഓഗസ്റ്റ് 5-നാണ് മർദ്ദനമുണ്ടായത്. സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ പെൺകുട്ടി കൈക്ക് അസഹ്യമായ വേദനയും നീരും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മാതാവിനോട് വിവരങ്ങൾ പറഞ്ഞത്. അതേസമയം ചെറുതായിട്ടാണ് പെൺകുട്ടിയെ മർദ്ദിച്ചതെന്നും പെൺകുട്ടിയുടെ മാതാവിന് തന്നോടുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിലാണ് പരാതി നൽകിയതെന്നാണ് ആരോപണ വിധേയായ അധ്യാപികയുടെ വിശദീകരണം. സ്കൂളിലെ പ്രഥമ അധ്യാപികയ്ക്കും ചൈൽഡ് ലൈനും പാലോട് പോലീസ് സ്റ്റേഷനും അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പാലോട് പോലീസ് അറിയിച്ചു. ജനം, തിരുവനന്തപുരം.